പ്രവർത്തിക്കുന്നു. വടകരയിലേക്ക് പോകുമ്പോൾ വടകരയിൽ അനീഷ്, ഈ വടകരയിലെ പ്രധാനപ്പെട്ട കാര്യം CPM വിലയിരുത്തുന്നത് അവിടുത്തെ BJP വോട്ടുകൾ UDF പർച്ചേസ് ചെയ്യപ്പെട്ടു എന്നതാണ്. അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി KK ശൈലജയുടെ വിജയസാധ്യത തുച്ഛമാണ്, സാധ്യത കുറവ് എന്ന് CPM വിലയിരുത്തുന്നു. എന്നാൽ മറ്റ് അനുകൂല സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായും താനും. എന്തുകൊണ്ടാണ് തുടക്കത്തിൽ ഏറ്റവും മികച്ച വിജയസാധ്യതയുള്ള മണ്ഡലം എന്ന പരിഗണനയിൽ നിന്നും തെരഞ്ഞെടുപ്പ് പോളിംഗ് അവസാനിപ്പിക്കുമ്പോൾ ഇത്തരമൊരു ആലോചനയിലേക്കും കണക്കിലേക്കും CPM പോയതിന് കാരണം? അവിടെ ഈ പോളിംഗിന് ശേഷമുണ്ടായ വിവാദങ്ങൾ നമുക്കറിയാം. ഈ വർഗീയത ഏറ്റവും അധികം ആളിക്കത്തിയ ഒരു ഇടം വടകരയാണ് എന്നതാണ് ചർച്ചകളിൽ ഉയരുന്നത് ഇപ്പോഴും. എന്താണ് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം? സജിത്ത്, അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ നമ്മൾ 2004 മുതൽ ഇങ്ങോട്ടുള്ള കണക്കുകൾ കൂടി ഒന്ന് പരിശോധിക്കേണ്ടി വരും. ഈ P സതീദേവി CPM പ്രതിനിധീകരിച്ച് 1,30,589 വോട്ടുകൾക്ക് 2004 വിജയിക്കുന്നു. അതിനുശേഷം ആണ് ആ വർഷം പിന്നീട് 2009 തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മുല്ലപ്പള്ളി രാമേന്ദ്രൻ 56,186 വോട്ടുകൾക്കാണ് ജയിക്കുന്നത് അടുത്ത തവണ. അതായത് 1,30,000 എന്ന റെക്കോർഡിൽ നിന്നും നേർപകുതിയിൽ താഴെ വോട്ടുകളിലേക്ക് മുല്ലപ്പള്ളി രാമേന്ദ്രൻ ജയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അന്ന് TP ചന്ദ്രശേഖരൻ പാർട്ടി വിട്ട് സ്വതന്ത്രനായി മത്സരിച്ച് RBI മത്സരിച്ച് 21,000 വോട്ടുകൾ നേടുന്നു. സോഷ്യലിസ്റ്റ് ജനത അന്ന് CPM ഇടഞ്ഞ് പുറത്തേക്ക് മാറുന്ന ഒരു കാലം. ഈ രണ്ട് ഘടകങ്ങളും വരുമ്പോൾ മുന്നണിക്കുള്ളിൽ വലിയ തിരിച്ചടിയാവുന്നു. അങ്ങനെ ഭൂരിപക്ഷം 56,000-ലേക്ക് എത്തുന്നു. എന്നാൽ 2014 മുല്ലപ്പള്ളി രാമേന്ദ്രൻ മത്സരിക്കുമ്പോൾ 3,306 വോട്ടുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. അന്ന് നമ്മൾ ചിന്തിക്കണം, അന്ന് LDF സ്ഥാനാർത്ഥി AN ഷംസീർ ആയിരുന്നു, സ്പീക്കർ AN ഷംസീർ മത്സരിക്കുന്ന ഒരു കാലം. അതായത് ഏറ്റവും അനുകൂല ഘടകം കോൺഗ്രസിനോ അല്ലെങ്കിൽ UDF-നോ ഉണ്ടായിരുന്ന TPയുടെ വധം പോലുള്ള കത്തുന്ന വിഷയം ഉണ്ടായിട്ടും 3,306 വോട്ടുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. പിന്നീട് 2019 84,663 വോട്ടുകൾക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ 2019 K മുരളീധരൻ ജയിക്കുകയും ചെയ്യുന്നു. ഇവിടെ നിന്നാണ് ഈ രാഷ്ട്രീയ നിരീക്ഷകർ ഈ മണ്ഡലത്തിന്റെ ഒരു ന്യൂനപക്ഷ ചായ്വിനെ കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ നടത്തുന്നത്. കാരണം ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ഒരു മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി നിന്നാൽ മറ്റു പരിഗണനകൾക്കപ്പുറം വോട്ടുകൾ ഒരു വശത്തേക്ക് ചായാനുള്ള ഒരു പ്രവണത കാണിക്കുന്നു. ഇതിന്റെ ഒരു തെളിവായാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച സമയം മുതൽ വലിയ മുന്നേറ്റത്തെ വോട്ട് ഉണ്ടാക്കാൻ ഷാഫി പറഞ്ഞതിന് കഴിഞ്ഞു. പ്രത്യേകിച്ചും ഈ ന്യൂനപക്ഷ മേഖലകളിൽ, മുസ്ലിം മേഖലകളിലേക്ക് വലിയ സ്വീകരണം നമ്മൾ പതിവായി സ്ഥാനാർത്ഥികൾക്കൊന്നും നൽകുന്നതായി കാണാത്ത തരത്തിലുള്ള ആർത്തലച്ച ജനക്കൂട്ടം സെൽഫി എടുക്കുന്നതിനും ഒരു നോക്ക് കാണുന്നതിനും കയ്യിൽ തൊടുന്നതിനും ഒക്കെയായി എത്തുന്ന ഒരു സാഹചര്യം. ആ ന്യൂനപക്ഷ ഏകോപനം ഒരു വശത്തുണ്ടായി എന്ന ഒരു കൃത്യമായ വിലയിരുത്തൽ CPM-ന് ഉണ്ട്. കാരണം ഈ ടാർഗറ്റ് വെച്ച് തന്നെയാണ് ആദ്യം മുതൽ UDF ക്യാമ്പ് ടീച്ചർക്കെതിരായ പ്രചാരണ പരിപാടികൾ ആരംഭിച്ചതും. ഈ ജിഹാദുമായി ബന്ധപ്പെട്ട ടീച്ചറുടെ പരാമർശം, ഈ വ്യാജ വീഡിയോ നിർമ്മാണമെന്ന് LDF ക്യാമ്പ് ആരംഭിച്ച 2 വീഡിയോകൾ പുറത്തിറങ്ങുന്നു. ഒപ്പം കാന്തപുരത്തിന്റെ പേര് വെച്ചുള്ള ഒരു ഓൺലൈനായ പ്രസിദ്ധീകരണം ഇറങ്ങുന്നു. അങ്ങനെ എല്ലാ ഭാഗത്തും ടീച്ചറിനെ ലക്ഷ്യം വെച്ച് ന്യൂനപക്ഷ വോട്ടുകൾ ഏകോപിപ്പിക്കുക, ഒരു തരത്തിലും ആ വോട്ടുകൾ ചിന്നിച്ചിതറി പോകരുതെന്ന ലക്ഷ്യം വെച്ചുള്ള കൃത്യമായ ഒരു പ്രചാരണം UDF-ന്റെ ഭാഗത്തുനിന്നും ഉണ്ടായതായി CPM വിലയിരുത്തുന്നു. ഇപ്പോഴാണ് ഏറ്റവും തെരഞ്ഞെടുപ്പിന് തലേദിവസം ഇറങ്ങിയ കാഫറിന് വോട്ട് ചെയ്യരുതെന്ന രീതിയിലുള്ള പരാമർശം. ഇക്കാര്യങ്ങൾ